കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമൊക്കെ. ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു ഇടുക്കി രൂപത തന്നെ. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 4-ാം തീയതിയായിരുന്നു ചിത്രം പ്രദർശിപ്പിച്ചത്. 10 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പ്രദർശനം നടത്തിയത്. എല്ലാ പള്ളികളിലെയും സൺഡേ സ്കൂളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞല്ലോ, കഴിഞ്ഞല്ലേ? 4-ാം തീയതി എല്ലാ പള്ളികളിലും നടന്നതാണ്. സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രദർശിപ്പിച്ച എന്റെ ഒരു പുസ്തകം കൂടി ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഈ 3 ദിവസത്തേക്ക് പിള്ളേർക്ക് ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള കോഴ്സാണ്. എല്ലാ വർഷവും നടക്കുന്നതാണ് അവധിക്കാലത്ത്. അത് ഈ വർഷം നടന്നു. 2, 3, 4 തീയതികളിലാണ് നമ്മൾ നടന്നത്. എല്ലാ പള്ളികളിലും സൺഡേ സ്കൂൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു പുസ്തകം, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ പ്രണയത്തെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മുടെ ഈ ടീനേജേഴ്സിന് നമ്മൾ അവയർനെസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കണ്ടന്റ് നമ്മൾ ഈ വർഷം എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊടുത്തു. ആ സിനിമയെ കുറിച്ച് അവര് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യണം എന്ന് പറയുകയുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണാൻ കൊടുത്ത ഒരു സിനിമയാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം ആയതുകൊണ്ട്, അങ്ങനെ സിനിമ ആയതുകൊണ്ട് നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ജീൻസ് കാരക്കോട്ടലിന്റെ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം PRO ആണ് ഇടുക്കി രൂപതയുടെ. ജെയിനസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, പ്രണയത്തെക്കുറിച്ച് പഠിക്കാൻ ഉള്ള ഒരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി കേരള സ്റ്റോറി തന്നെ കാണിക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് കുട്ടികൾ തയ്യാറാക്കുകയും വേണം. ഇത്രയും നിഷ്കളങ്കമായി കാണേണ്ടതാണോ ഈ പ്രദർശനം? അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ആ വിഷയം എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രണയമാണ് 3 ദിവസത്തെ പാഠ്യവിഷയമായി എടുത്തിരുന്നത്. അതിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് കൂടി അതിനനുസൃതമായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അവിടെ പഠിപ്പിച്ച വിഷയം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം അവരുടെ പ്രണയ വലയിൽപ്പെടുത്തി കുട്ടികളെ മറ്റ് ദുരുപയോഗം ചെയ്യുന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ ആ സന്ദേശം നൽകുന്ന പുസ്തകമാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സിനിമ പഠന വിധേയമാക്കാൻ കൂടി കുട്ടികൾക്ക് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയ വിവാദമാകാൻ ഇടയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇടുക്കി രൂപതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പും സമാനമായിട്ടുള്ള ചില പരാമർശങ്ങൾ മുൻ ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കിയുടെ മുൻ ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ സമാനമായിട്ടുള്ള ചില പരാമർശങ്ങൾ കോട്ടയത്തെ ഒരു പൊതുപരിപാടിയിൽ നടത്തിയിരുന്നു. അന്നത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാറിയതിനു ശേഷം പുതിയ ബിഷപ്പാണ് ഇപ്പോൾ ഇടുക്കി രൂപതയ്ക്കുള്ളത്. അദ്ദേഹം കുറച്ചുകൂടി സൗമ്യനായിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് പൂർണ്ണമായും വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ നിലപാടുകളിൽ ഇടുക്കി രൂപതയ്ക്ക് മാറ്റം വന്നിട്ടില്ല എന്ന് വേണം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ, അതായത് 3 ദിവസത്തെ വിശ്വാസോത്സവവുമായി ബന്ധപ്പെട്ട പഠന ക്ലാസുകൾ ഉണ്ടായിരുന്നു. 3 ദിവസമാണ് ക്ലാസുകൾ നീണ്ടു നിന്നിരുന്നത്. 10 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രത്യേക ക്ലാസുകൾ. അല്ല ജെയിൻ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ദൂരദർശനിൽ ഇത് ചിത്രം പ്രദർശിപ്പിക്കാനുള്ള ഒരു തീരുമാനം വന്നപ്പോൾ അന്ന് ഇവിടെ കേരളത്തിൽ മുന്നണി വ്യത്യാസമില്ലാതെ UDF-ഉം LDF-ഉം എല്ലാവരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. ഈ ചിത്രം പ്രദർശിപ്പിക്കരുതെന്ന ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് അസത്യങ്ങളുടെ ഒരു കെട്ടുകഥയാണ് കേരള സ്റ്റോറി. അതല്ല റിയൽ കേരള സ്റ്റോറി എന്ന് ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ അതിൽ നിന്ന് എന്ത് പഠിക്കാനാണ് നമ്മുടെ കുട്ടികൾ? ആര്യ, അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മുന്നണികളുടെ നിലപാടല്ല ഇടുക്കി രൂപതയ്ക്കുള്ളത് ഈ വിഷയത്തിൽ എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. കാരണം അവർ ആ സിനിമയെ ഏതെങ്കിലും രീതിയിൽ സാധൂകരിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ആ ചിത്രം കുട്ടികൾക്ക് മുന്നിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മുന്നിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ്. കാരണം വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ്. അവരെ ഏതെങ്കിലും രീതിയിൽ അസത്യ കാരണങ്ങൾ പറഞ്ഞു വഴിതെറ്റിക്കേണ്ട ഒരു സമീപനമല്ല ഏത് സ്ഥാപനവും സ്വീകരിക്കേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ ആ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ സഭയ്ക്ക് ആ നിലപാടാണ് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ PROയുടെ പ്രതികരണമാണ് കേട്ടത്. ഇനിയിപ്പോൾ ഇടുക്കി രൂപതാ ബിഷപ്പിന്റെ അടക്കം ഈ വിഷയത്തിലുള്ള പ്രതികരണം, നിലപാട് എന്താണ് എന്ന് കൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രദർശനം അല്ല. നിഷ്കളങ്കമായി ഒരു പ്രദർശനത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ ഏറ്റവും
എടുത്തു പറയുന്ന ഒരു കാര്യം, കുട്ടികളിൽ പ്രണയത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാനാണ് കേരള സ്റ്റോറി കാണിച്ചതെന്ന ഇടുക്കി രൂപതയുടെ ഒരു വിശദീകരണമാണ്. അത് പറയാൻ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ എത്രയോ നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല മാതൃകകളുണ്ട്. പക്ഷേ എന്തിനാണ് ഈ കേരള സ്റ്റോറി തന്നെ തെരഞ്ഞെടുത്തതെന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. വിശദീകരണം തീർച്ചയായും നൽകേണ്ടതുമാണ് ഈ വിഷയം.